ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാനിപ്പോ നാട്ടിൽ നിന്ന് കൊച്ചിക്ക് പോവാണ്. അപ്പൊ ഞാനിപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോ ഇതേപോലെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വിചാരിച്ചത്. നമ്മള് കൊച്ചിയില് ഊബർ ഓടിയോ മുതലാവോ എന്നൊരു ചോദ്യം ഉണ്ട്. അപ്പോ എന്നോട് തന്നെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് ചോദിച്ചാല്, കൊച്ചിയിൽ ഊബർ ഓടിയാൽ മുതലാവോ എന്ന് ചോദിക്കണേന് ഞാനൊരു 4 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. അതിന് മുമ്പത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് അറിയാന്ന് ചോദിച്ചാൽ എന്റെ സഹപ്രവർത്തകർ പറഞ്ഞത് നല്ല മെച്ചത്തിലായിരുന്നു. പക്ഷെ ഞാൻ ഈ 4ാം വർഷത്തിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് ഇവര് പറഞ്ഞത് ഈ മേഖലയിലേക്ക് വരണ്ട എന്നാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഈ മേഖലയിലേക്ക് വരണം എന്ന് പറയുന്നില്ല, വരണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ ഞാനായിട്ട് ഒരു പുതിയൊരു വണ്ടി എടുത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ ടോട്ടൽ എനിക്കിപ്പോ 2 വണ്ടി ഉണ്ട്. അപ്പൊ ഒരു വണ്ടി കൂടി എടുത്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ ഞാനിപ്പോ ആഗ്രഹമില്ലാത്ത കാരണം എന്താണെന്ന്. അപ്പൊ ഞാൻ വരണ്ട എന്ന് പറയുന്നില്ല, വരണം എന്നും പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, ഊബറിൽ ജോയിൻ ചെയ്താൽ ഒരു 3-6 മാസം ഒരു പ്രയോറിറ്റി തരും നമുക്ക്. എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ നിരാശപ്പെടുത്താതെ നമുക്ക് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ അങ്ങനെ ഒരു ഊബറിലൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, വേറൊരു കാര്യം കൂടി ഉള്ളത്, CNGക്ക് പെട്രോള് ഡീസലിനൊക്കെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഊബറിന്റെ ഈ മേഖലയില് ഊബറിന്റെ ഫെയർ റേറ്റ് കുറഞ്ഞു പോവാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ വെല്ലുവിളികള്. പിന്നെ കുറെ ആപ്ലിക്കേഷൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും മിക്സഡ് ആയിട്ട് ഓടുകയാണ്. പിന്നെ അതിലൊക്കെ റേറ്റ് കുറച്ചുകാണ്ട് ഓടുമ്പോൾ ഊബറിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പിന്നെ ഊബറിനെ ഒരിക്കലും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഊബർ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു, ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷെ മറ്റുള്ള ആപ്ലിക്കേഷൻ വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമാണ് അവര് ഈ റേറ്റ് കുറച്ച് ഓടിക്കുന്നത്. അപ്പോ ഓടിയ മുതലാവോ ഇല്ല എന്ന് ചോദിക്കണതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ബിസിനസ്സിൽ ഞാൻ ഏതായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇല്ല ബിസിനസ് ഉണ്ട്. ഇപ്പൊ 2 വണ്ടി ഉണ്ട്. ആ 2 വണ്ടിയായിട്ട് ഇങ്ങനെ പോവും. അതിപ്പോ ഒരു വണ്ടിയാക്കി മാറ്റണം എന്നാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ വേണ്ടത് എന്ന് പറയുന്നില്ല, വേണമെന്ന് പറയുന്നില്ല. അപ്പോ നിങ്ങള് അങ്ങനെയൊക്കെ വിചാരിക്കുക. എന്താ വെച്ചാൽ ഒരാള് ജോയിൻ ചെയ്ത് വന്ന് വരുമ്പോ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസം ഓട്ടം ഉണ്ടാവും. അത് പ്രയോറിറ്റിയാണ്. എന്ന് വെച്ചാൽ ഒരു പുതിയ ആളെ നിരാശപ്പെടുത്തരുത് എന്നുള്ള ഒരു പ്രയോറിറ്റി മാത്രമാണ് ഊബർ തരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു സംഘടനയില് തീരെ ഒത്തൊരുമ